ശരത്തെ സൂംബ വിവാദം ഇപ്പോൾ കനക്കുകയാണ്. സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൂംബ ഡാൻസ് അവരുടെ ശാരീരിക ഉന്മേഷത്തിനും ശാരീരിക ആവേശത്തിനും വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കണം എന്ന ഒരു മുഖ്യമന്ത്രി ഇറക്കിയ ഒരു ഉത്തരവിന് പിന്നാലെ സൂംബ ഡാൻസ് ഒരു വിഭാഗക്കാർ എതിർക്കുകയാണ്. ഇത് തുടങ്ങുന്നത് ഫേസ്ബുക്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുജാഹിദ് വിഭാഗക്കാരായ വിസ്ഡം ഇസ്ലാമിക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ TK അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് മുതലാണ് ഈ ഒരു വിവാദം തുടങ്ങുന്നത്. അദ്ദേഹം തീർത്തും പറയുന്നത് ഈ ഒരു സൂംബ ഡാൻസിനെ ഞാൻ വ്യക്തിപരമായി എതിർക്കുന്നു, എൻ്റെ മക്കളെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാനൊരു അധ്യാപകനാണ്, അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ വിവാദം തുടങ്ങുന്നത്. അദ്ദേഹം തീർത്തും വ്യക്തിപരമാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് ഒരു വിഭാഗത്തിന്റെ തന്നെ ചിന്താഗതിയായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ തന്നെ ആശയമായി അത് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതിന് പിന്നാലെ നിരവധി പ്രമുഖർ ഇതിനോട് പ്രതികരിക്കാൻ വരുന്നു. ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾ ഇതിനെ എതിർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശരത്, ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ സർക്കാരുകൾ നടപ്പിലാക്കാൻ പോകുന്നതിന് മുന്നോടിയായി ഒരുപാട് എതിർപ്പുകൾ ഇതുപോലെ വരും. പിന്നീട് കാലക്രമേണ അതെല്ലാം മാറി അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിടുന്ന കാര്യത്തിൽ വരെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ A+ ഉള്ള സ്ത്രീകൾ, പെൺകുട്ടികളായ കുഞ്ഞുങ്ങൾ A+ നേടി വരുന്നത്. അപ്പോൾ ആദ്യം എതിർക്കപ്പെടുകയും പിന്നീട് അതിന്റെ വിജയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലക്രമേണ വരുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് വേണ്ടേ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇവിടെ മന്ത്രി ബിന്ദു പറഞ്ഞ കാര്യത്തിലൂടെ ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. അതായത് അവർ മുമ്പും പറഞ്ഞ പരാമർശങ്ങൾ നമ്മൾ വിവാദമായെങ്കിൽ പോലും ഇപ്പോൾ പറയുന്ന കാര്യം, അതായത് പ്രാകൃതമായ കാലഘട്ടത്തിലേക്കുള്ള തിരിഞ്ഞുപോക്കെന്നാണ് മന്ത്രി ബിന്ദു പറഞ്ഞത്. ശരിയാണ്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തായാലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം അതനുസരിച്ചുള്ള ഉയർച്ച കൈവരിക്കുകയുള്ളൂ. എന്നും അടുക്കളയിൽ നിൽക്കുക എന്നുള്ള രീതിയല്ലല്ലോ സ്ത്രീകൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കാലത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്കറിയാം. ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നമുക്കറിയാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ വിഭാഗത്തിലും അവരുടേതായ കഴിവ് തെളിയിച്ച് വന്നവരുണ്ട്. അവിടെ മറ്റ് സ്വാധീനങ്ങളൊന്നുമല്ല, അവർ കഴിവ് തെളിയിച്ച് വന്നവരാണ്. ഇവിടെ പറയേണ്ടത്, ഇവിടെ വിവാദമാകാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ പരാമർശം, അത് അല്പവസ്ത്രം ധരിച്ച് ആൺകുട്ടികളോട് തൊട്ടുരുമി സൂംബ കളിക്കുന്നു എന്നൊക്കെയാണ് പ്രശ്നം. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും പെൺകുട്ടികളും തുള്ളുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തുള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കാലം ഇതാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ ഈ ലൈംഗിക കണ്ണോട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കുകയുള്ളൂ. അതൊന്നും അല്ല. എങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചൊക്കെ സമൂഹത്തിൽ എത്ര കാലം ഇങ്ങനെ കെട്ടിപ്പൂട്ടി പോകാൻ പറ്റും? നമുക്കൊരു പൊതു സമൂഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റുകയുള്ളൂ. ഇപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുസ്ലിം സംബന്ധമായ സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് നിർത്തുന്നു എന്നുള്ള രീതിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് നാളെ ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറും. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പരസ്പരം സംസാരിക്കാൻ തന്നെ മടിയുണ്ടാകും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഉണ്ടാകും. സോഷ്യൽ ഇതിനെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയും കുട്ടികളെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക. സ്കൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിച്ച് മടുത്ത് വന്ന സമൂഹമാണ് നമ്മുടെ. കാരണം നമുക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് ഇപ്പോഴും പറയുകയാണെങ്കിൽ PT പീരീഡ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 1 അതുപോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. ഞാനിവിടെ വിഷമത്തോടെ പറയുന്നത് നിസ്സാര കാര്യമായിരിക്കും. പക്ഷേ എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നേക്കാൾ മുൻപ് പഠിച്ചവർക്കെല്ലാം ഈ കാര്യം പറയായിരിക്കും. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ആയിരിക്കും കിട്ടുന്ന ഒരു PT പീരീഡ്. ആ ദിവസം പോലും മാത്സ് ടീച്ചറോ കെമിസ്ട്രി ടീച്ചറോ ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറോ കടന്നു വരുന്നത് നമ്മൾ പ്രാഗിക്കൊണ്ടായിരിക്കും അവരെ വരവേൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് മാനസികമായിട്ടല്ല ശാരീരികമായിട്ട് കൂടി നമുക്ക് ഇത് ഉത്തേജനം ആവശ്യമാണ്. അപ്പോൾ ഇത് സൂംബ എന്ന് പറയുന്നത് നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപോലെ ആക്റ്റീവ് ആക്കാറുണ്ട്. അത് ഒരു നിശ്ചിത സമയം മാത്രമല്ല. ഇവിടെ എവിടെയും പറയുന്നില്ല അല്പവസ്ത്രം ധരിക്കുന്നത്. കുട്ടികൾ യൂണിഫോമിൽ തന്നെയാണ് ഈ സൂംബ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് തെറ്റ്? ഇത് മാനസികമായിട്ട് നമ്മൾ നേരത്തെ പറയാം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ലഹരി തേടി പോകുന്നുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഒന്നും കേൾക്കാൻ ആളില്ല. ഒന്നാമത്തെ കാര്യം, എല്ലാവരുടെ മാതാപിതാക്കളെല്ലാം തന്നെ ജോലിയും മറ്റുമായിട്ട് തിരക്കിലായിരിക്കും. അവരെ കേൾക്കാൻ ആളില്ല. അവർക്ക് എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവണ്ടേ?
ഒന്ന് ആലോചിക്കുക, സൂംബ എന്ന് പറയുമ്പോൾ പല ജിമ്മുകളും മറ്റേ കൊടൂര ഫീസ് വാങ്ങിച്ചാണ് അവർ നടത്തുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് കൈയടിക്കുക തന്നെ വേണം. അതായത് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയും കുട്ടികളെ പുതിയ ഇപ്പോൾ ഇങ്ങനത്തെ ചിന്തകളിൽ ഇപ്പം ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താം, അവരെ എങ്ങനെ പരമാവധി എൻഗേജ് ചെയ്യിപ്പിക്കാം. പഠനവും നമുക്കറിയാം, മനസ്സ് ശാരീരികമായി നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ മാനസികമായിട്ട് നമ്മൾ ആക്റ്റീവ് ആവുകയുള്ളൂ, പഠനത്തെ സ്വാധീനിക്കുകയുള്ളൂ. അപ്പോൾ സർക്കാർ എടുത്ത ഏറ്റവും മികച്ച ഇനിഷ്യേറ്റീവാണ് ഇതിന്. അതിനെ പക്ഷേ ചോദ്യം ചെയ്തത് ബാലിശമായ തീരുമാനങ്ങൾ തന്നെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എവിടെ പോകുന്ന ഒരു പിടിയില്ല. അത് ഇത്തരത്തിലുള്ള പ്രാകൃത നിയമങ്ങളിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ, പ്രാകൃത കാലഘട്ടത്തിലേക്ക് പോകുന്നതില്ല. ഇപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടത്തിന് വിഭാഗം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപേ ഉള്ള എന്താണ് വസ്ത്രമൊന്നും ധരിക്കാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇനി പോവുകയാണോ, അങ്ങനെയും പോകാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അതൊന്നും അല്ലല്ലോ. കാലത്തിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ വേണമെന്ന മാറ്റങ്ങളനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മനുഷ്യന് അങ്ങനെയല്ലേ തീരുമാനിക്കുള്ളൂ. ഒരു സൊസൈറ്റി അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ചില നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പുറകിലോട്ട് മാത്രമല്ല, ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ജീവിച്ചാൽ മതി, നമ്മൾ എല്ലാം ഈ രീതിയിൽ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. കാലത്തിനനുസരിച്ച് മാറ്റം അനിവാര്യമല്ലേ അത്? ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ PT പീരീഡിൽ കയറി വരുന്ന മാഷുമാരുടെ കാര്യം ശരത്ത് പറയുകയുണ്ടായി. പണ്ട് കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചാലും വിദ്യാർത്ഥികൾ സ്കൂളുകൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അവരുടെ കളികളിൽ അല്ലെങ്കിൽ വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതും വീടുകളിൽ ഫോണിലല്ല, പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള വിനോദങ്ങൾ അല്ലെങ്കിൽ മറ്റ് സോഷ്യലായിട്ട് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ടുള്ള നാട്ടിൻപുറങ്ങളിലെല്ലാം അവർ ഉല്ലസിക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗമായി ഫിസിക്കലി അവർ എക്സസൈസ് ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അവരവരുടെ കളികളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു വ്യായാമം കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത്? ഒരു ട്യൂഷൻ പോലും പുറത്തിറങ്ങിയിട്ടല്ല പോകുന്നത്. അവർ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ട്യൂഷൻ പോലും ഓൺലൈനായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. കാരണം അത് കാലത്തിന്റെ മാറ്റമാണ്. ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇന്ന് ഒരുപാട് ഇൻഫർമേഷനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എല്ലാം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നൊക്കെയുണ്ട്. പക്ഷേ ഇവർക്ക് ശാരീരികമായ വ്യായാമം കിട്ടുന്നില്ല. ഈ ശാരീരികമായ വ്യായാമം കിട്ടുന്നില്ലെങ്കിൽ എന്താ? അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെ മെന്റൽ ഹെൽത്തിലേക്ക് ബാധിക്കുമ്പോൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് എന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. കുട്ടികൾ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വന്നത്. അപ്പൊ ഇതിനകത്ത് നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ലഹരി മാത്രമല്ല, ഇത്രയും ഡിപ്രഷനും കൂടിയുണ്ട്. അപ്പൊ ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഗുരുതര പ്രശ്നമാണ്. അപ്പൊ ഇതിനെല്ലാം ഇപ്പോൾ ലഹരിക്കെതിരെയാണെങ്കിലും ഈ ക്യാമ്പയിൻ കൊണ്ട് ശാരീരികമായ ഉന്മേഷമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ തരത്തിലാണ് വിവാദം കത്തിപ്പടരുന്നത്. സർക്കാരിന് വരെ തിരിച്ചൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ സർക്കാരിന്റെ സർക്കുലറിൽ വന്ന് സർക്കാർ ന്യായീകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇത് നിർബന്ധിതമായി പറയുകയല്ല, സൂംബ പോലെയുള്ള വ്യായാമങ്ങൾ മറ്റ് വ്യായാമങ്ങളും ആവാം എന്ന രീതിയിലേക്കൊക്കെ ഇത് വഴിതിരിച്ചു വിടുന്നുണ്ട്. കാരണം സൂംബയ്ക്ക് എന്താണ് കുഴപ്പം? സൂംബ ചെയ്യുന്നതിലൂടെ കാർഡിയോ എക്സസൈസ് ആണ് മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ അനിവാര്യമാണ്. ഇപ്പൊ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി വസ്ത്രമിട്ട് തുള്ളുന്ന ഒരു എക്സസൈസ് അല്ല സൂംബ എന്ന് പറയുന്നത്. അത് ശരീരത്തിന് ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ ഒരുപാട് വിദ്യാർത്ഥികളായാലും ഇപ്പൊ നമ്മളായാലും എക്സസൈസ് ചെയ്യാൻ മടിയാണ് നമുക്ക്. ഈ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അത് ചെയ്യാൻ നമുക്കൊരു മടിയുണ്ട്. പക്ഷേ ഈ സൂംബ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസിലൂടെ നമുക്കതൊരു വിനോദമായി ഇപ്പൊ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ട് സൂംബ ഇപ്പോൾ എല്ലായിടത്തും ജനകീയമാകുന്നു എന്ന് തന്നെ അത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം സൂംബ ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി. അതായത് ഇത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പഠനങ്ങളെല്ലാം ഒരുപാട് നടത്തിയതിന് ശേഷമാണ് സൂംബ ഏറ്റവും, അതായത് നമ്മൾ മനസ്സുകൊണ്ട് പാട്ടിനെ ആസ്വദിക്കുന്നു, അതുപോലെ നമ്മൾ വ്യായാമം കണ്ടു മനസ്സുകൊണ്ട് ആസ്വദിക്കുന്നു, എല്ലാം കൂടെ ചേരുന്നത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ ജിമ്മുകളും നോക്കുക, ഇന്ന് പഴയ പോലെയല്ല, ജിമ്മുകളെല്ലാം തന്നെ ഇത്തരത്തിൽ സൂംബ ക്ലാസ്സും യോഗയൊക്കെ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കനത്ത ഫീസ് കൊടുത്താൽ പോലും എന്താണ് അത് പഠിക്കാൻ പോകുന്നത്, അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവുമെന്ന് 100% ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ അതിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ കുറേ വെയിറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ കുറേ ഓടിയുണ്ടോ കാര്യമില്ല, നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇങ്ങനത്തുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നേരത്തെ പറയുമ്പോൾ തന്നെ ഇതെല്ലാം കൃത്യമായ പഠനത്തിന് ശേഷമാണ് അത് സർക്കാർ അക്കാദമി. ഇപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ ഏകദേശം കേരളത്തിലെ 14,000-ഓളം വിദ്യാലയങ്ങളിൽ 90% നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ വിജയം തന്നെ. നമ്മൾ സർക്കാരിന്റെ നല്ല വശവും കൂടെ പറയേണ്ടതുണ്ട്. അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് മന്ത്രി ഇപ്പോൾ, അതായത് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തതിന് ശേഷം നടപ്പാക്കിയ ഏറ്റവും നല്ല പദ്ധതികൾ ഒന്നായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മൾ ഇനിഷ്യേറ്റീവ്
ഇനിഷ്യേറ്റീവുകൾ എടുക്കുമ്പോൾ തന്നെ അതായത് മുളയിലെ തന്നെ നുള്ളിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് പ്രശ്നമാണ്. കാരണം നമ്മൾ മാറുന്നത് നേരത്തെ പറയുന്നില്ല, ഇപ്പം ക്ലാസ് മുറികളെല്ലാം തന്നെ ഇപ്പോൾ ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയായിരുന്നല്ലോ ഇപ്പം ഒരു ബ്ലാക്ക് ബോർഡിനെയൊക്കെ പ്രശ്നമാവും, അല്ലെങ്കിൽ ചോക്കിനൊക്കെ ഇതിനി അവർ ചോക്ക് നിർമ്മാതാക്കൾക്ക് ഇനി അത് പ്രശ്നമാവും എന്നൊക്കെ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയേ മതിയാകൂ. ഇത്തരം പ്രാകൃത ചിന്താഗതി അങ്ങനെ തന്നെ പറയണം. അതിനകത്ത് പ്രാകൃത ചിന്താഗതിക്കാരാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവർക്കൊരു മുന്നേറ്റവും വേണ്ട, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കൊടക്കീഴിൽ തന്നെ നിൽക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണത്. ഇവിടെ രണ്ട് ഈ ആൺ പെൺ എന്ന വ്യത്യാസം ഈ കൊച്ചു കുട്ടികളിൽ നിന്ന് തന്നെ ഈ കുത്തി നിറയ്ക്കുന്നത്. ഇവിടെ ഈ സൂംബ ഡാൻസ് എതിർത്തവർ തന്നെ മുമ്പ് സെക്സ് എഡ്യൂക്കേഷൻ എതിർത്തവരാണ്. അത് എടുത്തു പറയുമ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇത് എതിർക്കപ്പെടുന്നത്? ആ വാക്ക് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് ഇതൊന്നും അല്ല, അതിന് എന്താണ് അതിനെ കൃത്യമായിട്ട് പഠനം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നാളെ ഒരു സമൂഹത്തിൽ ഇറങ്ങി ചെന്നാൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കണ്ടാൽ അവരുടെ അടുത്ത് എങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അല്ലാണ്ട് അത് ശാസ്ത്രീയമാണ്. അല്ലാണ്ട് ഇത് നേരെ പോയി സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ലൈംഗിക വീഴ്ചയിലേക്ക് പോകുന്നു എന്നുള്ളതൊന്നും അല്ല. അപ്പോൾ ഇത് കൂടെ മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള ഓരോ മതവിഭാഗങ്ങളും നേരിട്ട് വന്ന് സർക്കാരിനെ പഴി പറയുന്നത്. ഇതെല്ലാം വിദേശ രാജ്യങ്ങൾ, നമ്മൾ എല്ലായിടത്തും വിദേശ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമല്ലോ, ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതലേ ഉള്ളതാണ്. കേരളത്തിൽ ഇനിയും അത് നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള വിഷമകരമായ കാര്യമാണ്. സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നാണക്കേണ്ടത്. ഇവിടെ ഈ സെക്സ് എഡ്യൂക്കേഷനിൽ അവർ കാണുന്നത് സെക്സ് എന്ന വേർഡാണ്. അതുപോലെ തന്നെ സൂംബ ഡാൻസിൽ ഡാൻസ് എന്ന വേർഡ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഇവർ ഈ വേർഡുകൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ഇത് എന്താണെന്ന് അറിഞ്ഞ് ഇപ്പോൾ സൂംബ ഡാൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ ഡാൻസിന്റെ ഈ ഒരു സ്റ്റെപ്പ് മാത്രം കണ്ടുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു, അതൊരിക്കലും അനുവദിച്ചുകൂടാ. ഈ വിദ്യാർത്ഥികളിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇത്തരം ഡാൻസുകൾ ഒന്നും നമ്മൾ അനുവദിച്ചുകൂടാ, അവർ ഒരുമിച്ച് തുള്ളുന്നു. ആ വേർഡ് തന്നെ എത്രമാത്രം ഭയാനകമാണെന്ന് ആലോചിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളാണ്, കൊച്ചു കുട്ടികളാണ്, അവരിങ്ങനെ സമൂഹത്തിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട കുട്ടികളാണ്. അവരൊരുമിച്ച് എക്സസൈസ് ചെയ്യട്ടെ, അവരുടെ ആരോഗ്യം വർദ്ധിക്കട്ടെ, അവരുടെ ശരീരവും മനസ്സും ഉന്മേഷം ആവട്ടെ. അല്ലാതെ ഈ പറഞ്ഞ പോലെ 4 ചുമരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ഈ പണ്ടത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ 4 ചുമരുകൾക്കുള്ളിൽ ഇരിക്കണം. അതെല്ലാം മാറി. സുനിത വില്യംസ് സ്പേസിൽ പോയി തിരിച്ചു വന്ന കാലത്താണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? കേരളത്തിൽ കൂടിയാണ് അഫ്ഗാനിസ്ഥാനിലോ താലിബാൻ എല്ലാം കീഴിലല്ല ജീവിക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാനൊക്കെ അഭിമാനിക്കുന്നുണ്ട് കേരളത്തിൽ. കമ്പാരിറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം കൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ അടുത്ത് പെണ്ണിരുന്നെന്ന് വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് പക്ഷേ അങ്ങനെ മൈനർ കേസുകളുണ്ടാകും, പക്ഷെ അതിന് മതമതികരിക്കില്ല. പക്ഷെ അതിനെക്കാട്ടി ന്യൂ നോർമൽ കാലത്തുകളാണ് നമ്മൾ ജീവിക്കുന്നത് കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾ ഇത് ഞാൻ പറയുന്ന സർക്കാരിന് ഇത് മുഖവിലേക്ക് എടുക്കാതെ തങ്ങളുടെ ഉറച്ച മനസ്സോട് തന്നെ മുന്നോട്ട് പോകുക. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കൾ തന്നെ കൂടെയുണ്ട്. അതായത് അവർക്കിത് നല്ലതാണ്. അവരും കൂടെ അംഗീകരിക്കും. മാത്രമല്ല സൂംബ ഡാൻസ് ഇപ്പോൾ PTA ഒക്കെ ഉണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും, അവർ കൂടി അംഗീകരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ അവർ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ അടങ്ങിയ ചിന്താഗതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളവർ അങ്ങനെ തന്നെ അടുക്കളയിലോ അല്ലെങ്കിൽ മറ്റിടത്ത് ഒതുങ്ങിക്കൂടുക. നമ്മൾ മാറാൻ ചിന്തിക്കുന്ന, അതായത് ഇപ്പം ചിറക് വിരിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളുള്ള നാടാണ് കൂടി. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കട്ടെ. വിശാലമായി ചിന്തിക്കുന്നവർക്കുള്ള കാലമാണ് ഇനിയുള്ളതെന്ന് തന്നെയാണ് പറയാനുള്ളത്.